കേന്ദ്ര നയങ്ങൾക്കെതിരെ കേരളത്തിന്റെ ഡൽഹി സമരം അല്പസമയത്തിനകം. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിമാരും ഇടത് എംഎൽഎമാരും എംപിമാരും ഉടൻ കേരള ഹൗസിൽ നിന്ന് ജന്തർ മന്ദറിലേക്ക് എത്തും. ഇന്നലെ കർണാടകത്തിലെ നേതാക്കൾ സമരമിരുന്ന അതേ പന്തലിലാണ് കേരളത്തിന്റെയും പ്രതിഷേധം. ഇന്ത്യ സഖ്യത്തിലെ ഭൂരിഭാഗം പാർട്ടികളും പ്രതിഷേധത്തിൽ പങ്കെടുക്കുമ്പോൾ കോൺഗ്രസ് വിട്ടുനിൽക്കുകയാണ്. കേന്ദ്രത്തിനെതിരായ സമരം കാലഘട്ടത്തിന്റെ ആവശ്യമെന്ന് DMK MP തിരുച്ചി ശിവ 24-നോട് പറഞ്ഞു. States, of course, have their own rights. The Constitution has three lists of powers: union list, state list, and concurrent list. But in the recent days, after BJP has taken over power, all the attempts made by BJP government are encroaching into the state's jurisdiction. Not only in concurrent powers, even state list powers are being usurped by the government. And very much to say that the governors in every state, that is especially where the opposition parties are ruling, they stay as a stumbling block for the government to proceed on its regular duties. And right time the Kerala Communist and the government which is in power is organizing a protest. DMK will participate in it. So as far as our state is concerned, we are all together. And about the other states, I think it's not right on my part to comment about it. സമരത്തിൽ നിന്നും വിട്ടുനിൽക്കുന്ന കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഇന്നും LDF നേതാക്കൾ രൂക്ഷ വിമർശനം ഉന്നയിച്ചു. ഇത് കേരളത്തിൻ്റെയും ഇന്ത്യയിലെ ഫെഡറൽ സംവിധാനത്തിൻ്റെ നിലനിൽപ്പിനും വേണ്ടിയുള്ള പോരാട്ടമാണ്. ഇത് കേരളത്തിൻ്റെ മാത്രം പോരാട്ടമല്ല. BJP എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട് നമുക്കെല്ലാം അറിയുന്നത് പോലെ ഫെഡറൽ സംവിധാനത്തിന് എതിരാകുന്നു എന്ന് മാത്രമല്ല, ജനവിരുദ്ധമായ നിലപാടാണ്. കേരളത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അവിടെ കോൺഗ്രസ് ഒരു തരത്തിലും ഒരു വികസന പ്രവർത്തനത്തെയും ഞങ്ങൾ അനുവദിക്കില്ല എന്ന നിലപാടാണ് പരസ്യമായിട്ട് എടുത്തിട്ടുള്ളത്. അതാണ് കേരളത്തിലെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് നിൽക്കുന്നവരുടെ കോൺഗ്രസിൻ്റെ നിലപാട്. കോൺഗ്രസിൻ്റെ MPമാർ എല്ലാം 18 ആളും നമുക്കെതിരാണ്. ഗവൺമെൻറ്റിന് നമുക്ക് അല്പസമയത്തിനകം കേരളത്തിന്റെ പ്രതിഷേധം ജന്തർ മന്ദറിൽ തുടങ്ങും. KR ഗോപികൃഷ്ണനും ബൽറാം നെടുങ്ങാടിയും കേരള ഹൗസിൽ നിന്ന്, R രാധാകൃഷ്ണൻ ജന്തർ മന്ദറിൽ നിന്നും ചേരുന്നു. തത്സമയ വിവരങ്ങളുമായി ആദ്യം ഗോപികൃഷ്ണനിലേക്ക്. ഗോപി, എപ്പോഴേക്ക് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനപ്രതിനിധികളുമെല്ലാം ജന്തർ മന്ദറിലേക്ക് പുറപ്പെടും? എന്താണ് വിവരങ്ങൾ? വേണുഗോപാലകൃഷ്ണൻ, ഞാൻ ആദ്യം അതിൽ ഒറ്റവരിക്ക് ഒരു മറുപടി പറയാം. 10:45 ഇവിടെ നിന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനപ്രതിനിധികളും ജന്തർ മന്ദറിലേക്ക് ഇവിടുന്ന് 5 മിനിറ്റാണ് നടക്കാൻ ദൂരമുള്ളത് എത്തുക. പക്ഷേ നമുക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് മന്ത്രി മുഹമ്മദ് റിയാസ് നമ്മളോടൊപ്പമുണ്ട്. മിനിസ്റ്റർ, ഈ പ്രതിഷേധത്തിന്റെ ഒരു രാഷ്ട്രീയ പ്രസക്തി എന്താണ്? അല്ല, ഇത് ഇന്ത്യ എന്ന രാജ്യം ഇന്ത്യയായി നിലനിൽക്കണോ വേണ്ടയോ എന്നുള്ള ചോദ്യമാണ് വരുന്നത്. സംസ്ഥാനങ്ങളെ എല്ലാ നിലയിലും പിന്തുണക്കുകയും സഹായിക്കുകയും ചെയ്യേണ്ട കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനെ നയിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ഏതാണെന്ന് നോക്കി അവർക്ക് താല്പര്യമില്ലാത്ത നയങ്ങൾ നടപ്പിലാക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണെങ്കിൽ അവരെ വകവരുത്താൻ കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ അധികാരവും ഉപയോഗിക്കുന്ന ഇന്ത്യ എല്ലാതായി മാറാൻ സാധ്യതയുള്ള ഒരു അപകടകരമായ പ്രവണതയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ സർക്കാർ കഴിഞ്ഞ 7.5 വർഷക്കാലം രാജ്യത്തെ ഏതൊരു സംസ്ഥാന സർക്കാരിനും മാതൃകയാക്കാവുന്ന നിലയിൽ ബദൽ നയങ്ങൾ മുന്നോട്ട് വെച്ചു എന്നുള്ളതാണ്. ആ ബദൽ നയങ്ങൾ മുന്നോട്ട് വെച്ചത് കൊണ്ട് തന്നെയാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ആധികാരികമായ പഠനം നടത്തിയ ഏജൻസികൾ പല കാര്യങ്ങളിലും കേരളം വളരെ മുന്നിലാണ് എന്ന് ഐകകണ്ഠേന പറയുന്ന സ്ഥിതിയിലേക്ക് എത്തിയത്. അത് ഇടതുപക്ഷ ബദലിനുള്ള അംഗീകാരമാണ്. എന്നാൽ ആ ഇടതുപക്ഷ ബദലിനെ വല്ലാതെ ഭയപ്പെടുകയും ഇടതുപക്ഷ ബദൽ രാജ്യമാകെ പടരുന്നത് അപകടകരമാണോ, സ്വന്തം കാലിൻ്റെ അടിയിലെ മണ്ണൊലിച്ചു പോകുമെന്നുള്ള കേന്ദ്രത്തെ നയിക്കുന്ന BJPയുടെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഒരു ധാരണയാണ് ഇത്തരത്തിലുള്ള ചെയ്തികൾക്ക് കാരണം. അതിൻ്റെ കണക്കുകളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഇവിടെ പലരും ആ കണക്കൊക്കെ പറഞ്ഞു കാണും. കേരളത്തിന് അർഹതപ്പെട്ടത് ലഭിക്കുന്നില്ല. കേരളത്തിന് അർഹതപ്പെട്ടത് നൽകാതിരിക്കുന്നതിന് പിന്നിലുള്ള കാരണമെന്ത്? അതാണ് പ്രശ്നം. ആ കാരണം രാഷ്ട്രീയ പകപോക്കലാണ്. അപ്പോൾ കേരളത്തിന് അർഹതപ്പെട്ടത് ലഭിക്കാൻ കേരളത്തിലാകെ ഇതിന്റെ പ്രചരണം ശക്തിപ്പെട്ടു കഴിഞ്ഞു. കേരളത്തിലെ 1-ാം ക്ലാസ്സിലെ കുട്ടി വരെ ഇപ്പോൾ ഇത് മനസ്സിലാക്കി കഴിഞ്ഞു. കേന്ദ്ര സർക്കാർ നമ്മുടെ സംസ്ഥാനത്തിന് അർഹതപ്പെട്ടത് നൽകുന്നില്ല. ഇത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒന്നിക്കേണ്ട പ്രശ്നമാണ്. കേരളത്തിലെ 100% വരുന്ന ജനങ്ങളുടെയും പ്രശ്നമാണ്. ആ നിലയിൽ കേരളത്തിൽ ഇത് വലിയ നിലയിൽ ഇപ്പോൾ തന്നെ ശക്തമായ പ്രചരണം ആയിക്കഴിഞ്ഞു. ഇനി കേരളം ഭരിക്കുന്ന ഗവൺമെന്റ്, മുഖ്യമന്ത്രി, മന്ത്രിമാര്, ഞങ്ങൾ MLAമാർ, ജനപ്രതിനിധികൾ ജന്തർ മന്ദറിൽ കേന്ദ്രത്തിന്റെ അവഗണനയ്ക്കെതിരെ കേരളത്തിന്റെ ശക്തമായ സമരം
തുടങ്ങാൻ പോവുകയാണ്. 10:40 മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനപ്രതിനിധികളും ജന്തർ മന്ദറിലേക്ക് എത്തും. മുഹമ്മദ് റിയാസാണ് ഇപ്പോൾ പ്രതികരിച്ചത്. ഗോപി, 10:45 മുഖ്യമന്ത്രി മന്ത്രിമാരും എല്ലാം ജന്തർ മന്ദറിലേക്ക് പോകുമെന്നാണല്ലോ പറഞ്ഞത്. എന്തൊക്കെയാണ് ഈ പ്രതിഷേധം സംഘടിപ്പിക്കുന്നതിന്റെ രീതികൾ? ആദ്യം സമ്മേളനം, പിന്നെ പ്രതിഷേധം. എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന സൂചന? വേണുഗോപാലകൃഷ്ണൻ, കേന്ദ്ര അവഗണനയ്ക്കെതിരായി ഇടതുമുന്നണി നയിക്കുന്ന കേരള സർക്കാരിന്റെ പ്രതിഷേധം തുടങ്ങാൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. നമ്മളിപ്പോഴീ കാണുന്നത് കേരള ഹൌസിന്റെ മുറ്റത്താണ് നമ്മളുള്ളത്. ഇവിടെ ജനപ്രതിനിധികൾ, മന്ത്രിമാർ ഒക്കെ തന്നെ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. 10:45 കൂടി എല്ലാവരും ഇവിടെ ഒത്തുചേരും. 10:45 മന്ത്രിമാരും ഇടതുമുന്നണിയുടെ നിയമസഭാംഗങ്ങളും പാർലമെന്റ് അംഗങ്ങളും ഒക്കെ ഇവിടെ എത്തുക. ഇവിടെ നിന്നും മുദ്രാവാക്യം വിളികളോടുകൂടി മാർച്ച് ചെയ്തുകൊണ്ടാണ് ജന്തർ മന്ദറിലേക്ക് യാത്ര തിരിക്കുക. ഇവിടെ നിന്ന് ഏതാണ്ട് ഈ കേരള ഹൌസിന്റെ ഗേറ്റിൽ നിന്ന്, മുറ്റത്ത് നിന്ന് 5 മിനിറ്റ് നടക്കാനുള്ള ദൂരം മാത്രമാണ് ജന്തർ മന്ദറിൽ ഒരുക്കിയിരിക്കുന്ന സമരപ്പന്തലിലേക്കുള്ളത്. ഇവിടെ നിന്ന് മുദ്രാവാക്യം വിളികളോടുകൂടി മാർച്ച് ചെയ്യുന്നു. അവിടെ 3 തട്ടുകളിലായിട്ടാണ് സമരപ്പന്തൽ ഒരുക്കിയിരിക്കുന്നത്. അതിന് ഏറ്റവും ആദ്യത്തെ തട്ടിൽ, ഒന്നാമത്തെ തട്ടിൽ ഉണ്ടാവുക മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ ദേശീയ നേതാക്കളുമായിരിക്കും. രണ്ടാമത്തെ തട്ട് മാറ്റിവെച്ചിരിക്കുന്നത് മന്ത്രിമാർക്കും എംപിമാർക്കുമായിട്ടാണ്. അതിനുശേഷം മൂന്നാമത്തെ തട്ടിലുണ്ടാവുക ജനപ്രതിനിധികളായിരിക്കും. നേരത്തെ വേണു സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യം സമ്മേളനം, പിന്നീട് പ്രതിഷേധം എന്ന നിലയിലായിരിക്കും ഇത് നടപ്പാക്കുക. നമുക്കറിയാം, ഇതര BJP വിരുദ്ധ രാഷ്ട്രീയ കക്ഷികളുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമാകും ഈ പ്രതിഷേധം എന്ന പ്രതീക്ഷയാണ് ഇടതുമുന്നണിക്കുള്ളത്. അതുകൊണ്ട് തന്നെ DMK-യുടെ തമിഴ്നാടിന്റെ പിന്തുണ ഇതിനോടകം MK സ്റ്റാലിൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വ്യക്തമാക്കി കഴിഞ്ഞു. DMK-യുടെ പ്രതിനിധി ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കാനുണ്ടാകും. മുഖ്യമന്ത്രിമാരുടെ കൂട്ടത്തിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ എന്നിവർ ഇതിൽ സാന്നിധ്യം അറിയിക്കും എന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. തൃണമൂലിന് ഈ പ്രതിഷേധത്തിലേക്ക് ക്ഷണമുണ്ടായിട്ടില്ല. ഇന്നലെ കർണാടക സർക്കാരിന്റെ പ്രതിഷേധം ജന്തർ മന്ദറിൽ നടന്നിരുന്നു. അതിൽ കർണാടക ഉപമുഖ്യമന്ത്രി പറഞ്ഞത് കേരളത്തിന്റെ പ്രതിഷേധങ്ങൾക്ക് സ്വാഭാവികമായുള്ള പിന്തുണ ഉണ്ടാകും. എന്നാൽ ഇത് കേരളത്തിലെ കോൺഗ്രസിന്റെ കണ്ണു തുറപ്പിക്കും എന്നാണ് ഇവിടുത്തെ ഇടതുമുന്നണി നേതാക്കൾ പറഞ്ഞത്. ഇപ്പോൾ എന്റെ കയ്യിലുള്ളത് ഈ പ്രൊട്ടസ്റ്റിന് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന അവരുടെ പ്ലക്കാർഡുകളാണ്. ഇതിൽ കേരള പ്രൊട്ടസ്റ്റ്, ഹോട്ട് സെന്റേഴ്സ് ആന്റി കേരള സ്റ്റാൻഡ്സ്, ഓണർ കേരളാസ് ഫിനാൻഷ്യൽ റൈറ്റ്സ്, എ ഫെയർ ഷെയർ ടാക്സസ് ഈ സ്റ്റേറ്റ്സ് റൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിന് നൽകാനുള്ള 18,000 കോടി രൂപ നൽകണം ആസ് ഷെയർ ഡിവൈസിബിൾ പൂൾ ഓഫ് ടാക്സസ് ടു കേരള എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമരത്തിന്റെ ആവശ്യത്തെ മുൻനിർത്തി കാണിക്കുന്നതാണ് ഈ പ്ലക്കാർഡിലെ വാചകങ്ങൾ. മറ്റൊരു പ്ലക്കാർഡ് പറയുന്നത് കേരള പ്രൊട്ടസ്റ്റ് ഹോണർ കേരളാസ് ഫിനാൻഷ്യൽ റൈറ്റ്സ് എന്നുള്ളതാണ്. ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത് കേരളത്തിന്റെ സംസ്ഥാനം എന്ന നിലയിൽ കേരളത്തിന്റെ ഭരണഘടനാപരമായ അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നതിനായിട്ടുള്ള അവകാശ പോരാട്ടമായിട്ട് വേണം ഈ പ്രതിഷേധങ്ങളെ കാണാൻ എന്നുള്ളതാണ്. നമുക്ക് വിവിധ പ്ലക്കാർഡുകളിൽ എഴുതിയിരിക്കുന്ന വാചകങ്ങൾ കാണാം. ഫൈറ്റ് ടു പ്രൊട്ടക്ട് ഫെഡറലിസം. ഈ രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനത്തെ സംരക്ഷിക്കാൻ വേണ്ടി നടത്തുന്ന പോരാട്ടം എന്ന നിലയിൽ ഇത് ഈ കേരളത്തിന്റെ പ്രതിഷേധത്തിന് സവിശേഷമായ സ്ഥാനമുണ്ട് എന്നാണ് മുഖ്യമന്ത്രി ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചത്. വേണു, മാത്രമല്ല നമുക്കറിയാം കർണാടകത്തിന്റെ പ്രതിഷേധം നടന്നിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലാണ് തൃണമൂലിന്റെ പ്രതിഷേധവുമായി മമതാ ബാനർജി ഇവിടെ ഉണ്ടായിരുന്നത്. അതായത് BJP ഇതര കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളോട് കേന്ദ്ര സർക്കാർ കാണിക്കുന്ന അവഗണനയ്ക്കെതിരായിട്ടുള്ള കൂട്ടായ പോരാട്ടം, അല്ലെങ്കിൽ എല്ലാ തരത്തിലും അത്തരത്തിലുള്ള പ്രതിഷേധത്തിന്റെ ശബ്ദങ്ങൾ ഉയരുന്നു എന്നത് കേന്ദ്രത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഈ പ്രതിഷേധത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത് എന്നാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അത് അക്ഷരം പ്രതി ആ നിലയിലേക്ക് കാര്യങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് മന്ത്രിമാരുടെ ദൃശ്യങ്ങൾ കാണാം. മന്ത്രി ശ്രീ P രാജീവ്, അതോടൊപ്പം തന്നെ MP രാജേഷ് എന്നിവർ ഇപ്പോൾ സംസാരിക്കുന്നുണ്ട്. മറ്റു ചാനലുകളോട് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. മന്ത്രിമാർ, അതോടൊപ്പം തന്നെ ജനപ്രതിനിധികൾ, ലോക്സഭാംഗങ്ങൾ എല്ലാവരും തന്നെ ഇവിടെ അല്പസമയത്തിനകം എത്തിച്ചേരും. CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ നേരത്തെ 24-മായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇത് കേന്ദ്രത്തിന്റെ കണ്ണു തുറപ്പിക്കുക എന്നതിനോടൊപ്പം തന്നെ കേന്ദ്ര അവഗണനയ്ക്കെതിരായിട്ടുള്ള ഒരു രാഷ്ട്രീയ ശബ്ദം ഉയർത്താൻ സഹായിക്കും കേരളത്തിന്റെ ഈ പ്രതിഷേധം എന്നതാണ്. അങ്ങനെ ഈ പ്രതിഷേധങ്ങൾക്ക് വഴികാട്ടിയാകാൻ കേരളത്തിന് കഴിഞ്ഞു. ഇത് രാജ്യത്തിന് വഴികാട്ടാനുള്ള പ്രതിഷേധമാണെന്നതാണ്. നമുക്കറിയാം, ഡൽഹി ഇതുവരെ കണ്ടിട്ടില്ലാത്ത അനിതര സാധാരണമായ ഒരു പ്രതിഷേധത്തിന് ജന്തർ മന്ദർ സാക്ഷ്യം വഹിക്കാൻ പോകുന്നു. നമ്മൾ ഈ കാണുന്നത് കേരള ഹൌസിന്റെ പുറത്തേക്കുള്ള കവാടമാണ്. ഇവിടെ നിന്നാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും അതോടൊപ്പം തന്നെ ജനപ്രതിനിധികളും മുദ്രാവാക്യം വിളികളോടുകൂടി മാർച്ച് ചെയ്യുക. ഇവിടെ ഈ കവാടത്തിലൂടെ പുറത്തു കടക്കുമ്പോൾ നേരെ ഇവിടെ നിന്ന് വലതുഭാഗത്തേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ ജന്തർ മന്ദറിലേക്കുള്ള റോഡാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വേണു, ഏതാണ്ട് 5 മിനിറ്റ് ദൂരം മാത്രമാണ്, കൂടിപ്പോയാൽ 5 മിനിറ്റ് സമയമാണ് ഇവിടെ നിന്ന് മാർച്ച് ചെയ്യാൻ അവർക്ക് എത്തുക. ഇവിടെ ബാരിക്കേഡുകൾ തീർത്തിട്ടുണ്ട്. സമരവേദിയാണ്, ഒരു സ്ഥിരം സമരവേദിയായി വേണം ജന്തർ മന്ദറിന് നമ്മൾ മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെ
തന്നെ ഈ പ്രതിഷേധക്കാർ അകത്തേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നീട് വാഹനങ്ങൾക്ക് ഇതിനകത്തേക്ക് പ്രവേശനം ഉണ്ടാകില്ല. ഡൽഹി പോലീസും അതോടൊപ്പം തന്നെ CRPF-ഉമാണ് പ്രത്യേക സുരക്ഷ ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ നിന്ന് നടന്ന് നേരെ ചെന്ന് പോകാൻ കഴിയുന്നത് നമുക്ക് ദൂരെ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അവിടെ സമരപ്പന്തൽ ഒരുക്കിയിട്ടുണ്ട്. ഈ ബാരിക്കേഡുകൾ അല്പസമയം കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും അതുപോലെ പ്രതിഷേധവുമായി സമരക്കാർ ഈ വേദിയിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ബാരിക്കേഡുകൾ വെച്ച് അടയ്ക്കും. അതിനുശേഷം ഇവിടെ പിന്നീട് വാഹനങ്ങൾക്ക് പ്രവേശനം ഉണ്ടാകില്ല. പ്രത്യേക സുരക്ഷ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. മാധ്യമങ്ങൾ ഈ കേന്ദ്ര അവഗണനയ്ക്കെതിരായിട്ടുള്ള ഈ കേരളത്തിന്റെ പ്രതിഷേധത്തിനെ സവിശേഷ പ്രാധാന്യത്തോടുകൂടി കൈകാര്യം ചെയ്യണം എന്ന അഭിപ്രായം ഈ സമരത്തിൽ പങ്കെടുക്കുന്നവർക്കുണ്ട്. ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള പ്രതിനിധികൾ അവർ വേദിയിൽ ചെന്ന് അവിടെ വേദി സന്ദർശിച്ച് തിരികെ വരുന്നതിന്റെ ദൃശ്യങ്ങൾ കാണാം. ചിത്തരഞ്ജൻ MLA നടന്നു വരുന്നുണ്ട്. അദ്ദേഹം വേദിയിൽ പോയ ശേഷം ഇപ്പോൾ തിരികെ വരികയാണ്. വേദിയിൽ അവരുടെ ഇരിപ്പിടങ്ങളെല്ലാം നോക്കി കണ്ട ശേഷം അദ്ദേഹം തിരികെ വരികയാണ്. അവിടെ പോയോ? വേദിയിൽ പോയോ? ബൽറാമിലേക്ക് അല്ല, അവിടെ പോയിട്ട് അവിടെ സ്റ്റേജ് കണ്ടോ? ഇല്ല കണ്ടില്ല. സ്റ്റേജിലേക്ക് പോയിട്ടില്ല. അവിടെ പോയിട്ട് വരികയാണ്. അതെ അല്ലെ? അപ്പോ പിന്നെ എവിടെയാണ് നിങ്ങൾ ഇരിക്കുന്നത് എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു 3 തട്ടായിട്ടാണല്ലോ ഇപ്പൊ ഈ അതിപ്പോ പിന്നെ അവിടെ കേരള ഹൗസിൽ CM താമസിക്കുന്ന ആ മുറിയുടെ മുന്നിൽ നിന്നാണ് ഞങ്ങൾ ജാഥ ആരംഭിക്കുന്നത്. ജാഥ ആരംഭിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ അതിനൊരു തയ്യാറെടുക്കുന്നതിന് വേണ്ടി ഒരു സമിതിയുണ്ട്. അവർ ബാക്കി കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്യും. അപ്പം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഉണ്ടാകും എന്നുള്ള ഒരു വിവരം കിട്ടിയിട്ടുണ്ട്. അത് ഉറപ്പിച്ചിട്ടുണ്ടോ? അരവിന്ദ് കെജ്രിവാളും പഞ്ചാബ് മുഖ്യമന്ത്രിയും വരുമെന്നാണ് കേട്ടിട്ടുള്ളത്. ശരത് പവാർ ഉണ്ട്, ഫാറൂഖ് അബ്ദുള്ളയുണ്ട്, അതുപോലെ തന്നെ പിന്നെ മറ്റ് നേതാക്കന്മാർ DMK-യുടെ പ്രതിനിധിയുണ്ട്. അവരൊക്കെ പങ്കെടുക്കുന്നുണ്ട്. കപിൽ സിബൽ ഉച്ചക്കെത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഈ പ്രതിപക്ഷ കക്ഷികളുടെ ഒരു ശക്തി പ്രകടനമായിട്ട് ഇത് മാറും. അതല്ല, പ്രതിപക്ഷ പാർട്ടികളാകെ ഈ കോൺഗ്രസ് അടക്കമുള്ള ഗവൺമെന്റുകളോട് കേന്ദ്ര ഗവൺമെന്റ് എടുക്കുന്ന നിലപാടിനെതിരായിട്ടാണ് കർണാടകത്തിൽ ഇന്നലെ സമരം ഇവിടെ നടന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ അവരും കൂടെ പങ്കെടുത്തുകൊണ്ട് നടത്തേണ്ടിയിരുന്നൊരു സമരമാണ്. അവർ മാറി നിന്നു എന്നുള്ളത് മാത്രമാണ് അവർക്കുള്ളതായിട്ടുള്ള നഷ്ടം. കേരളത്തിന്റെ പൊതു താല്പര്യത്തോടൊപ്പം അവരില്ല എന്ന് തെളിയിക്കുന്നതായിപ്പോയി അവരുടെ നിലപാട്. വേണു, മറ്റൊരു രാഷ്ട്രീയ കൗതുകമുള്ളത് ഇതാ ഈ കേരള ഹൗസിൽ മുഖ്യമന്ത്രി നിൽക്കുന്നത് അദ്ദേഹം തങ്ങുന്നതിന്റെ അടുത്ത് തന്നെയാണ് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും ഉള്ളത്. അദ്ദേഹം ഇന്നലെ കേരള ഹൗസിൽ എത്തിയിരുന്നു. ഇതിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ കൗതുകം എന്ന് പറഞ്ഞത് ഇന്നലെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഗവർണർ ഉപയോഗിച്ച് കേന്ദ്ര സർക്കാർ അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുന്നതാണ്. ഇത് ഫെഡറൽ സംവിധാനത്തെ തകർക്കുന്ന നീക്കമാണ് എന്ന വിമർശനം മുഖ്യമന്ത്രി ഇന്നലെ ഉന്നയിച്ചിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടെ കേരള ഹൗസിൽ എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന് ഇന്ന് ഡൽഹിയിൽ ഒരു പരിപാടിയുണ്ട്. ഡൽഹി നഗരത്തിൽ ഒരു കോളേജിൽ ഒരു പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. ഇവിടെ ജന്തർ മന്ദറിലേക്ക് കേന്ദ്ര അവഗണനയ്ക്കെതിരെ കേരള സർക്കാരിന്റെ പ്രതിഷേധം നടക്കുമ്പോൾ ഇവിടെ കേരള ഹൗസിൽ ഇരുന്നുകൊണ്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അത് കാണും. അദ്ദേഹം ഇന്നലെ മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞത് പ്രതികരിക്കാനുള്ള അവകാശം, പ്രതിഷേധിക്കാനുള്ള ജനാധിപത്യപരമായ അവകാശം എല്ലാവർക്കും ഉണ്ട് എന്ന മാത്രം ഒരു 2 വരിയിലുള്ള പ്രതികരണമാണ് ഇന്നലെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തിയത്. വേണു, ശരി, ഗോപികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ബൽറാം നെടുങ്ങാടിയും കേരള ഹൗസിന് മുന്നിലുണ്ട്. ബൽറാം, നേതാക്കന്മാരൊക്കെ എന്തു പറയുന്നു? വേണു, എല്ലാ നേതാക്കളും തന്നെ ഇപ്പോൾ കേരള ഹൗസിന്റെ പുറത്ത് എത്തി ഈ സമരത്തിനായുള്ള തയ്യാറെടുപ്പിലാണ്. മിക്കവാറും എല്ലാവരും തന്നെ കേരളത്തിൽ നിന്നെത്തിയ മന്ത്രിമാരും MLA-മാരും എല്ലാം തന്നെ കേരള ഹൗസ് അങ്കണത്തിൽ എത്തിയിരിക്കുന്നു. അരമണിക്കൂറിനകം ഇവിടെ നിന്നും ഒരു പ്രതിഷേധ മാർച്ചായി ജന്തർ മന്ദറിലെ സമരവേദിയിലേക്ക് പോകാനാണ് നിലവിൽ നിശ്ചയിച്ചിട്ടുള്ളത്. കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ ഇതിനോട് അനുബന്ധിച്ച് ഡൽഹി പോലീസ് ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. പ്രധാനമായും ഈ പ്രതിഷേധം എന്നുള്ളത് ഒരു സംസ്ഥാനത്തിന്റെ പ്രതിഷേധമാണ്. ഒപ്പം തന്നെ ദേശീയ തലത്തിൽ മറ്റ് പാർട്ടികളെ കൂടി ഉൾപ്പെടുത്തി അവരെ കൂടി ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ്. ഇതിന്റെ ഒരു ഗൗരവവും കണക്കിലെടുത്ത് തന്നെയാണ് ഡൽഹിയിലേക്കുള്ള, ഉത്തർപ്രദേശിൽ നിന്നും ഹരിയാനയിൽ നിന്നും ഡൽഹിയിലേക്കുള്ള പ്രവേശിക്കുന്ന അതിർത്തികളിൽ ഡൽഹി പോലീസ് ബാരിക്കേഡുകൾ നിരത്തിയിട്ടുണ്ട്. വാഹനങ്ങൾ പരിശോധിച്ച ശേഷം മാത്രമാണ് കടത്തിവിടുന്നത്. ഇന്ന് പുലർച്ചെ മുതൽ ഇത്തരത്തിൽ പരിശോധന ആരംഭിച്ചെങ്കിൽ പിന്നീട് കൂടുതൽ കർശനമായ രീതിയിലേക്ക് പരിശോധന ഇപ്പോൾ കടന്നിരിക്കുന്നു. കൂടുതൽ അർദ്ധസൈനികരെ ഉൾപ്പെടെ അതിർത്തി പ്രദേശത്ത് വിന്യസിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ക്രമീകരണം പോലീസിന്റെ സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി സ്വീകരിച്ചിട്ടുണ്ട്. കാരണം സമാജ്വാദി പാർട്ടി, RJD അടക്കമുള്ള പാർട്ടികളുടെ പ്രതിനിധികൾ ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നുണ്ട്. എല്ലാ പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കളെയും ഔപചാരികമായി
ഔദ്യോഗികമായി തന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു. നിരവധി പാർട്ടികൾ, ഇന്ത്യ മുന്നണിയിലെ ഭൂരിഭാഗം പാർട്ടികളും ഇതിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം വേണു, എല്ലാ നേതാക്കളും തന്നെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ പ്രതിഷേധത്തിന് പോകാനുള്ള തയ്യാറെടുപ്പിനായി എത്തിച്ചേർന്നിരിക്കുന്നു. ഇപ്പോൾ നമ്മളോടൊപ്പം MM മണി MLA ചേരുകയാണ്. എങ്ങനെയാ സഖാവ് ഈ ഒരു പ്രതിഷേധത്തെ കാണുന്നത്? ഈ പ്രതിഷേധം ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ ചലനമുണ്ടാക്കാൻ സഹായിക്കുന്നതാണ്. നിർഭാഗ്യവശാൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർക്ക് അത് അവരുടെ തലയിൽ പോയില്ല എന്നുള്ളതാണ്. ഞാൻ പറയാം, ഇപ്പം ദേശീയ രാഷ്ട്രീയത്തിൽ ഉയർന്നു വരുന്ന ഇന്ത്യ എന്ന് പറയുന്ന സംവിധാനം കൂടുതൽ ശക്തിപ്പെടാനും BJPക്കെതിരെ ഒരു രോഷം ഉയർന്നു വരാനും ഇടയാക്കുന്നതാണ് ഈ സമരം. അതിപ്രധാനമാണ്. കാരണം കേരളത്തിനോട് വലിയ അവഗണനയാണ്. 57,000-ലധികം കോടി രൂപ നമുക്ക് അർഹതപ്പെട്ടത് തരാതെ നമ്മളെ ദ്രോഹിക്കുകയാണ്. കേരളം മുമ്പ് മുതൽ ഈ അവഗണന നേരിട്ടിട്ടുണ്ട്. 57-ലെ EMSന്റെ ഗവൺമെൻറ്റിൻ്റെ കാലം മുതൽ അന്നത്തെ കോൺഗ്രസ് ഗവൺമെൻറ്റും ഈ നിലപാടെടുത്തിരുന്നു. പക്ഷേ അതിനെല്ലാം ഫൈറ്റ് ചെയ്താണ് അവിടെ പ്രവർത്തിച്ചത്. ഇപ്പം ആഹത്തുക നോക്കുമ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ കേരളം കൈവരിച്ച മഹത്തായ നേട്ടം, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ നാടായ UP പോലും, ഇന്ന് നരേന്ദ്രമോദിയുടെ ഗുജറാത്ത് പോലും ആ നേട്ടം കൈവരിച്ചിട്ടില്ല. അവിടുത്തെ ഒരു സാമൂഹിക അന്തരീക്ഷം, അവിടുത്തെ സാമൂഹിക വളർച്ച, ഭൂപരിഷ്കരണ നിയമം, അവകാശ സമരങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന പ്രാധാന്യം, സാമൂഹിക പുരോഗതി, വിദ്യാഭ്യാസപരമായ പുരോഗതി, സമ്പൂർണ്ണ സാക്ഷരത നടപ്പിലാക്കി എന്ന് വേണ്ട ഇന്ത്യയെ ഭരിക്കുന്ന ഭരണാധികാരികളുടെ നാട്ടിൽ പോലും നടക്കാത്ത നേട്ടം അവിടെ ഉണ്ടായിട്ടുണ്ട്. അത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ മഹത്തായ സംഭാവനയുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ആയിരുന്നപ്പോൾ അന്ന് അവരും അവഗണനയായിരുന്നു. ഇപ്പം അവർ പോയി അവഗണിച്ച് ഇപ്പം BJP ആയപ്പം 57,000-ലധികം കോടി രൂപ നമുക്ക് നൽകേണ്ട അർഹതപ്പെട്ട സംഖ്യ തരാതെ നമ്മളെ അവഗണിക്കുകയാണ്. എല്ലാ അർത്ഥത്തിലും നമ്മളെ. MM മണി അടക്കമുള്ള നേതാക്കന്മാര് ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാകാൻ ഡൽഹിയിലെത്തിയിട്ടുണ്ട്. മണി MLA ആണ് ഇപ്പോൾ കേരളം നേരിടുന്ന അവഗണനയുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നത്. ജന്തർ മന്ദറിലേക്കുള്ള പ്രതിഷേധ മാർച്ച് അല്പസമയത്തിനകം തുടങ്ങും.